ഹേ ദർ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രെയിൻ ലോജിക്സ്. നമുക്കിന്ന് മാർക്കറ്റിൽ എങ്ങനെയൊക്കെയുള്ള മൂവ്മെൻറ്റ് പോസിബിൾ ആണെന്നുള്ള കാര്യം നോക്കാം. അതിനായി നമുക്ക് ബാങ്ക് നിഫ്റ്റി എന്നീ ചാർട്ടുകൾ അനലൈസ് ചെയ്യാം. നമുക്ക് നിഫ്റ്റിയിലോട്ട് ആദ്യം പോകാം. ഇന്നത്തെ എക്സ്പയറി നിഫ്റ്റിയിലായതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദി മൂവ്മെൻറ്റ് വിൽ ബി ഇൻ നിഫ്റ്റി. സോ നമ്മൾക്ക് മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് 3 സെക്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റായിട്ടൊരു ബൗൺസിങ് മെത്തേഡ്, കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബുള്ളിഷ് മെത്തേഡ് തന്നെയാണ്, ബുള്ളിഷ് പാറ്റേൺ തന്നെയാണ്. 3 ക്രോസ് എന്നാണ് ഇതിനെ പറയുക. കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ഈ ഒരു പാറ്റേണിന് 3 ബ്ലാക്ക് ക്രോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഗ്രീൻ ആയതുകൊണ്ട് പണ്ടത്തെ ഒരു ശൈലിയാണത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് അപ്സൈഡ് മൊമെൻറ്റം തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുക. ചെറിയൊരു ബൗൺസ് താഴോട്ട് വന്നിട്ട് വീണ്ടും ഒരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് നല്ലോണം പ്രതീക്ഷിക്കാം. ഈ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് 15 മിനിറ്റ് ചാർട്ടിലോട്ട് പോകാം. എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ നോക്കാം. നിഫ്റ്റിയുടെ 15 മിനിറ്റ് ചാർട്ടിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് കാണാം. നമുക്ക് എക്സാക്ട്ലി നമുക്കൊരു 3 മണിക്ക് ശേഷം മാർക്കറ്റ് ആ റെസ്പെക്റ്റ് ചെയ്തിരുന്ന ട്രെൻഡ് ലൈനിനെ ബ്രോക്കായി എക്സാക്ട്ലി അത് ഒരു നല്ലൊരു സെൽ ഓഫ് നടന്ന് ക്ലോസ് ആയി നിൽപ്പുണ്ട്. ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷനിൽ ഈ ട്രെൻഡ് ലൈന് നല്ലോണം ആക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രീവിയസ് ഡേ ഹൈ, അതായത് ഇന്നലത്തെ ഹൈ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇത് നല്ലൊരു റെസിസ്റ്റൻസ് പോയിൻ്റായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ചെയിനിലോട്ട് പോയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് 23,800 നല്ല രീതിക്ക് പുട്ട് സെല്ലേഴ്സ് നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ 23,900 ഒരു ചെറിയ റേഞ്ചിലാണ് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്ത എക്സ്പെക്റ്റേഷൻ ഒരു ചെറിയ റേഞ്ചിലായിട്ടാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് 23,900 ഒരു 100 പോയിൻ്റ് ട്രേഡിൽ മാർക്കറ്റ് എൻഡപ്പ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അതായത് ഉണ്ടോ 23,900 അത്യാവശ്യം നല്ല രീതിക്ക് കോൾ സെല്ലേഴ്സും ഉണ്ട്. സോ അപ്പോൾ ഒരു ചെറിയ റേഞ്ചാണ്. എനിവേ നമുക്ക് 24,000 നമുക്ക് നോക്കുമ്പോഴേക്കും നല്ല രീതിക്കുള്ള റെസിസ്റ്റൻസ് അവിടെ ഫീൽ ആവുന്നുണ്ട്. ഇൻ കേസ് 24,000 ബ്രോക്ക് ആയി കഴിഞ്ഞാൽ യൂണിലാറ്ററൽ അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നല്ല രീതിക്കുള്ള ഷോർട്ട് കവറിങ് നടക്കാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിക്ക് അപ്സൈഡ് ബൗൺസ് ചെയ്തങ്ങ് പോകും. അപ്പോൾ സെല്ലേഴ്സും ഒന്ന് ശ്രദ്ധിച്ചോളുക. ഈ ഒരു റീജിയൻ നമുക്ക് വളരെയധികം ദൂരമില്ല, ഒരു 200 പോയിൻ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ മൂവ്മെൻ്റ് അനുസരിച്ച് മാർക്കറ്റ് പെട്ടെന്ന് ബ്രീച്ച് ചെയ്യുന്നുണ്ട് സെക്ഷൻസൊക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോകാം. ബാങ്ക് നിഫ്റ്റിയിലും ലാസ്റ്റ് 15 മിനിറ്റിൻ്റെ കാര്യം നോക്കുമ്പോഴേക്കും നല്ല രീതിക്ക് ഒരു സെൽ ഓഫ് നടന്നതായി കാണാം. നമുക്ക് അവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ട്രെൻഡ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ അത് ബ്രോക്കായി ഡൗൺ സൈഡിലോട്ട് പോവുകയാണ്. നെക്സ്റ്റ് സപ്പോർട്ട് വന്നിട്ട് മേജർ സപ്പോർട്ട് 50 to 500 റേഞ്ചിലാണ് അടുത്തുള്ളത്. അപ്പോൾ ആ റേഞ്ച് മാർക്കറ്റ് ചെറിയൊരു കറക്ഷൻ തന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് നല്ലൊരു സപ്പോർട്ട് ഇവിടെ എടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ 53,000 നല്ല രീതിക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പ്രീമിയം വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. ഡിസ്കൗണ്ട് അല്ല, ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ഇനി മൊമെൻറ്റം അങ്ങോട്ട് വേണം, മൊമെൻറ്റം പോസിബിളാണ്. എന്തായിരുന്നാലും നമുക്കൊന്ന് മാർക്കറ്റ് ഒരു സൈഡിലുള്ള പ്രീമിയം റൈസാക്കി മറ്റേ സൈഡിലുള്ള പ്രീമിയം ബെൽറ്റ് ചെയ്യും. അങ്ങനെ ഒരു 6 ആക്ക് മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എങ്കിലേ ഈ പ്രീമിയം കംപ്ലീറ്റ് ഇത് മെൽറ്റ് ചെയ്ത് സെല്ലേഴ്സിന് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പ് സൈഡും ഡൗൺ സൈഡ് മൊമെൻറ്റം എപ്പോഴും പോസിബിളാണ് ഈ ഒരു കണ്ടീഷനിൽ. നമുക്ക് നിഫ്റ്റിയുടെ കാര്യം ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുമ്പോഴേക്കും പുട്ട് സൈഡ് പ്രീമിയം ഡിസ്കൗണ്ടിലാണ്, കോൾ സൈഡ് പ്രീമിയം നമുക്കത് പ്രീമിയത്തിൽ തന്നെയാണ്. അപ്പോൾ മാർക്കറ്റ് ഒരു അപ്പ് സൈഡ് ഡൗൺ സൈഡ് മൊമെൻറ്റം ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ പോസിബിളാണ്. അടുത്ത് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ നെഗറ്റീവ്നെസ് തരുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഡൗൺ സൈഡ് പോകാനെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവലാണ്, അതായത് 39,190 ആ ലെവല് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രീവിയസ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ആയിരുന്നു, വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തു, വീണ്ടും അപ്സൈഡ് പോയി, വീണ്ടും ഒരു റെസിസ്റ്റൻസ് എടുക്കാനായിട്ടുള്ള ഒരു സപ്പോർട്ട് എടുക്കാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാർട്ടാണ് ഡൗ ജോൺസ്. ഈ ഒരു ലെവലിലൂടെ ഒന്ന് വാച്ച് ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ന്
മാർക്കറ്റെല്ലാം ഓൾമോസ്റ്റ് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിക്സ് നെഗറ്റീവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിക്സ് നെഗറ്റീവിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോകാനുള്ള പൊട്ടൻഷ്യലുണ്ട്. അപ്പോൾ രണ്ട് സൈഡ് മൊമെൻറ്റവും പോസിബിളാണ്. അപ്പോൾ എക്സ്പയറി ആയതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.